4415 സഹകരണ സ്ഥാപനങ്ങൾ. അവയിൽ പൊതുവായ സോഫ്റ്റ്വെയർ നടപ്പാക്കും. അത് നേരത്തെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതിനായി 2021 ടെൻഡർ. ആ ടെൻഡർ അനുസരിച്ച് 206 കോടി രൂപക്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസസിന് ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് നൽകി. പക്ഷേ 2024 ഒക്ടോബറിൽ അവർ ഏകപക്ഷീയമായി പിന്മാറി. മറ്റ് കമ്പനികളെ ഒഴിവാക്കിയെന്ന ആരോപണം തെറ്റാണ്. ഏകദേശം 45 കമ്പനികൾക്ക് കൺസോർഷ്യം രൂപത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകി. സാങ്കേതിക വിലയിരുത്തലിന് യോഗ്യമായ കമ്പനിക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചു. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയെല്ലാം സുതാര്യമായി നടന്ന ഒരു കാര്യത്തിലാണ് അഴിമതി ആരോപണമായിട്ട് വരുന്നത്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് എത്ര നിശിതമായ വിമർശനമാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്.